ലോകകപ്പ് പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഈജിപ്തിനെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ക്വാർട്ടറിൽ പ്രവേശിച്ച അർജന്റീന. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 15-ാം മിനിറ്റിൽ യാസിർ ഇബ്രാഹിം മനർവ ആത്തിയുടെ ഒരു ക്രോസിൽ മനോഹരമായ ഹെഡറിലൂടെ ഈജിപ്തിന് വേണ്ടി ആദ്യ ഗോൾ നേടുകയും ചെയ്തു. ഗോൾ നേടിയതിന് ശേഷം അർജന്റീന നിര ഗോൾ തിരിച്ചടിക്കാനായി ശ്രമിച്ചെങ്കിലും ആദ്യ പകുതിയിൽ അർജന്റീനക്ക് ഗോൾ നേടാനായില്ല. മെസ്സിക്ക് 22-ാം മിനിറ്റിൽ കിട്ടിയ ഒരു പെനാൾട്ടി, ഗോളെന്നുറപ്പിച്ച ഒരു പെനാൾട്ടി മെസ്സി എടുക്കുകയും പക്ഷേ അബ്ദഫ ഷൊബേരി എന്ന് പറയുന്ന അവരുടെ ഗോൾ കീപ്പർ ലയണൽ മെസ്സിയുടെ പെനാൾട്ടി ഗോളിലേക്കുള്ള ഫുട്ബോൾ ആരാധകരെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കംബാക്ക് നടത്തിയ ഒരു 15-13 മിനിറ്റുകളായിരുന്നു നമുക്ക് വേണ്ടി അർജന്റീന താരങ്ങൾ കാഴ്ചവെച്ചത്. എടുത്തു പറയേണ്ടത് ലൗതാറോ മാർട്ടിനസും ഗോൺസാലോ മൊണ്ടേരിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവർ രണ്ടാളും കളിക്കളത്തിലേക്ക് വന്നു. ലൗതാറോ മാർട്ടിനസിൻ്റെ ഒക്കെ ഒരു പ്രകടനം അവസാനം വന്ന് ലൗതാറോ മാർട്ടിനസും ഗോൺസാലോ മൊണ്ടേരൊക്കെ നടത്തിയൊരു പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ 83-ാം മിനിറ്റിൽ മെസ്സി മാജിക്കിലൂടെ അർജന്റീന സമനില ഗോൾ നേടുകയും ചെയ്തു. മെസ്സി നടത്തിയ തന്നെ ഒരു മുന്നേറ്റമായിരുന്നു. വലത് ബോക്സിന് വെളിയിൽ നിന്ന് മെസ്സി ഒരു ക്രോസിന് ശ്രമിക്കുകയും ആ ക്രോസ് ഡിഫൻഡർമാരിൽ ഡിഫ്ലക്റ്റായി ഒരു ഏരിയൽ ബോളായി 6 യാർഡ് ബോക്സിലേക്ക് പോവുകയും അവിടെ നിന്ന് ഗോൺസാലോ മൊണ്ടേൽ അതൊരു കട്ട് ബാക്കായി മെസ്സിക്ക് പാസ് കൊടുക്കുകയും മെസ്സി അതൊരു എടങ്കാലൻ പവർഫുൾ ഷോട്ടിലൂടെ ഗോളി ഷൊബേരിയെ കാഴ്ചക്കാരനാക്കി ഗോൾ നേടുകയും ചെയ്തു. 83-ാം മിനിറ്റിൽ തന്നെ 2-2 എന്ന ഒരു നിലയിൽ കളി എത്തുകയും ചെയ്തു. പിന്നീട് കളി സമനിലയിലേക്കോ എക്സ്ട്രാ ടൈമിലേക്കോ പോകുമെന്ന് കരുതിയൊരു നിമിഷങ്ങളായിരുന്നു. എന്നിരുന്നാലും മെസ്സിയും കൂട്ടരും അർജന്റീനയുടെ എല്ലാവരും ഗോളിനായി ഒരു 90+ മിനിറ്റുകളിൽ തന്നെ ഗോൾ തിരിച്ചടിക്കണമെന്നുള്ള ആറ്റിറ്റ്യൂഡുമായി അറ്റാക്കിങ്ങിലേക്ക് കേന്ദ്രീകരിച്ച് കളിച്ചപ്പോൾ മുഹമ്മദ് സാല എന്ന സൂപ്പർ താരം, ഈജിപ്തിന്റെ സൂപ്പർ താരം എതിർവശത്ത് ബോക്സിൽ നടത്തിയൊരു മുന്നേറ്റം ലിസാൻഡ്രോ മാർട്ടിനസ് തന്ത്രപരമായി പിടിച്ചെടുക്കുകയും അതിലൂടെ അർജന്റീന നടത്തിയ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ലൗതാറോ മാർട്ടിനസ് നൽകിയ ഒരു മനോഹരമായ ക്രോസിൽ എൻസോ ഫെർണാണ്ടസ് ഹെഡറിലൂടെ അർജന്റീനയുടെ 3-ാം ഗോൾ കണ്ടെത്തുകയും ചെയ്തു. അതോടുകൂടി അർജന്റീന വിജയം ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് ഈജിപ്തും അറ്റാക്കുകൾക്ക് ശ്രമിച്ചെങ്കിലും അവർക്ക് ഗോൾ കണ്ടെത്താനായില്ല. ഈജിപ്തിന്റെ ഇന്നത്തെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അവർ കൂടുതലും കൗണ്ടർ അറ്റാക്കിൽ കേന്ദ്രീകരിച്ച് ഡിഫെൻസീവായി നിന്ന് അർജന്റീനയുടെ പല ശ്രമങ്ങളും തടയുന്നത് അവരുടെ യാസിർ ഇബ്രാഹിം എന്ന് പറയുന്ന അവരുടെ സെന്റർ ബാക്കിന്റെ ഒക്കെ പ്രകടനം, അതുകൊണ്ട് ഷുബേരി ഗോൾ കീപ്പർ, മുഹമ്മദ് സാല എല്ലാവരും നല്ല പ്രകടനം കാഴ്ചവെച്ചു. എന്നിരുന്നാലും മെസ്സിയുടെ ഒരു പ്രകടനത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ 3-2 ഒരു തോൽവി വഴങ്ങേണ്ടിയും വന്നു. അങ്ങനെ അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുകയും ചെയ്തു. മെസ്സിയുടെ പ്രകടനം പറയാതിരിക്കാൻ പറ്റില്ല ഈ മത്സരത്തിൽ. മെസ്സി എന്ന 39 വയസ്സുകാരൻ ഈ മത്സരത്തിൽ വേൾഡ് കപ്പിലെ തന്നെ ടോപ്പ് സ്കോറർമാരിൽ റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. 21 ഗോളുകളാക്കി. അതുപോലെ തന്നെ ഈ ടൂർണമെന്റിലെ 7 ഗോൾ എന്നത് 8 ഗോളാക്കി മുന്നിലെത്തുകയും ചെയ്തു. അതുകൂടാതെ തന്നെ മെസ്സി 39 വയസ്സുള്ള മെസ്സി ഒരു 20-25 വയസ്സുള്ള ഒരു ഫുട്ബോൾ താരം അവരുടെ പീക്ക് ലെവൽ കളിക്കുന്ന രീതിയിൽ ബോക്സിനകത്ത് നടത്തുന്ന മുന്നേറ്റങ്ങൾ, മെസ്സി എടുക്കുന്ന ഫ്രീ കിക്കുകൾ, മെസ്സി എടുക്കുന്ന കോർണർ കിക്കുകൾ എല്ലാം കൊണ്ടും മെസ്സി എന്ന മാജീഷ്യന്റെ അതിമനോഹരമായ പ്രകടനം കണ്ട മത്സരം. ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തി അർജന്റീനയെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിക്കുവാനും സാധിച്ചു. അതുപോലെ തന്നെ മറുവശത്ത് ഈജിപ്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഫുട്ബോൾ ആരാധകരും ഫുട്ബോൾ ലോകവും കരുതാത്ത രീതിയിലുള്ള ഒരു പ്രകടനമാണ് അവർ അർജന്റീനയ്ക്കെതിരെ കാഴ്ചവെച്ചത്. താരതമ്യേന അർജന്റീനയെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ദുർബലരാണ് ഈജിപ്ത്. മുഹമ്മദ് സലാ എന്ന് പറയുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു മുഹമ്മദ് സലാ എന്ന സൂപ്പർ താരത്തെ മാത്രം മുൻനിർത്തിയാണ് അവർ അർജന്റീനയ്ക്കെതിരെ പോരാടിയത്. എന്നിരുന്നാലും അവർ നേടിയ 2 ഗോളിൽ അവർ 3-മതായി ഒരു ഗോൾ നേടുകയും ചെയ്തു. പക്ഷെ അത് വാറിൽ ഡിസലോ ചെയ്തു. ഗോളിന് മുന്നേ ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്തതിനാൽ ഡിസലോ ചെയ്യുകയുമുണ്ട്. അങ്ങനെ ഈജിപ്തിനും ഈ മത്സരത്തിൽ മുഹമ്മദ് സലയ്ക്കും തലയുയർത്തി തന്നെ വേൾഡ് കപ്പിൽ നിന്ന് മടങ്ങാം. നല്ലൊരു ഫുട്ബോൾ മാച്ച്, വേൾഡ് കപ്പിലെ തന്നെ അതിമനോഹരമായൊരു ത്രില്ലിംഗ് മാച്ച് ഫുട്ബോൾ ആരാധകർക്ക് സമ്മാനിച്ച് അവർക്ക് തലയുയർത്തി തന്നെ മടങ്ങാം.